ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഗോഡൗണിൽ പോയതാണ്. ഫോട്ടോയും വീഡിയോ എടുക്കുന്ന എല്ലാ പ്രശ്നവും എടുത്ത് കഴിഞ്ഞിട്ടില്ല. എടുത്ത് വെക്കലുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉറ്റ സുഹൃത്തുണ്ട്. പക്ഷെ എന്നാലും ഞാൻ തന്നെ എടുത്തു വെക്കേണ്ടി വന്നു. 2 ദിവസമായി ലീവ്, അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു വെക്കേണ്ടി വന്നു. എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ എടുത്ത സാധനം എല്ലാം എടുത്തെടുക്കാൻ കൊണ്ടുവച്ച് മതിയായി. പിന്നെ വീഡിയോയിൽ ഓരോന്നായിട്ട് ഞാനിന്ന് വീഡിയോ എടുത്തതൊക്കെ കാണിച്ചു തരാം. പെൻഡൻറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ടായിന്, അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിന്. അതുപോലെ തന്നെ റെസിൻ ആർട്ടിന് യൂസ് ചെയ്യുന്ന കുറച്ച് ലിക്വിഡും ഗമ്മും അതെല്ലാം ഉണ്ടായിന്, അതും വീഡിയോ എടുത്ത്. പിന്നെ സ്റ്റഡ് ഉണ്ടായിന്, ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓരോരോ സാധനം. ഇയർ സ്റ്റഡ് അതൊക്കെ ഉണ്ടായിന്. അതെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഓരോരോ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പോയിട്ട് നോക്കുക. ഇയർ സ്റ്റഡ് കുറേ ആൾ ചോദിച്ചതാണ്, അതിൻ്റെ ചിമിക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ. പിന്നെ ഈ ബ്രേസ്ലെറ്റിൻ്റെ റൗണ്ട് കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ന്യൂ ലോഞ്ചിൽ വരുത്തിച്ചിട്ടുണ്ട്. ഇൻസ്റ്റ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ ഇപ്പം വന്നതാണ് ഈ സ്റ്റാൻഡിൻ്റെ എല്ലാം കളക്ഷന്. നമ്മളടുത്ത് മുമ്പ് ഉണ്ടായിന്, അപ്പോൾ ഓരോരോ സൈസ് ഉണ്ടായിട്ടില്ല, സ്റ്റോക്ക് ഔട്ടാണ് ഉണ്ടായിന്. ഇപ്പോൾ അതെല്ലാം വന്ന് 4 ഇഞ്ചിൻ്റെയും പിന്നെ അതുപോലെ ഏറ്റവും വലിയ സൈസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ചില സമയത്ത് ഓർഡർ ചെയ്ത സാധനങ്ങൾ ചില ആൾ ഓർഡർ ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. അത് അടുത്ത ആഴ്ച തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുമുണ്ട്. പിന്നെ ഒരു കസ്റ്റമറിനായാലും നമ്മളടുത്ത് ഇല്ലാത്ത പ്രൊഡക്റ്റ് വന്ന് ചോദിച്ചാൽ അത് നമ്മൾ അടുത്ത ആഴ്ച തന്നെ ആ സ്റ്റോക്ക് വരുത്തുന്നതാണ്. ഈ സ്റ്റാൻഡൊക്കെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡാണ്. അത് നല്ല കാണാൻ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള സ്റ്റാൻഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റാൻഡാണ്. ഇതിലാണ് ഞാൻ സൈസും കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിൻ്റെ സൈസ് ഞാൻ അളന്ന് കാണിക്കുന്നുണ്ട്. ഇനി എത്ര ഞാൻ അളന്ന് കാണിച്ചാലും വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞാലും ചില ആൾക്കൊന്നും ആ സ്റ്റാൻഡിൻ്റെ ഇത് മനസ്സിലാവില്ല. സ്റ്റാൻഡ് എന്നല്ല, എന്ത് മോൾട്ടായിക്കോട്ടെ ഞാൻ കറക്റ്റ് സൈസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് ചില ആൾക്കൊന്നും അത്ര മനസ്സിലാവില്ല. എൻ്റെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ കാണിച്ചത്. ഇത് ഫോൾഡബിൾ സ്റ്റാൻഡാണ്, നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫോൾഡബിൾ സ്റ്റാൻഡാണ്. ഇത് കൊറിയർ അയക്കാനുള്ള ഏറ്റവും നല്ലതാണ്. ചില ആൾക്ക് ഫ്രെയിംസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള സ്റ്റാൻഡ് ചുറ്റി കൊടുക്കാനെല്ലാം പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം സ്റ്റാൻഡാണെങ്കിൽ കസ്റ്റമറിന് കൊറിയർ ചെയ്ത് കൊടുക്കാനും നല്ലതാണ്. പിന്നെ കുറേ പിഗ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിഗ്മെൻ്റ് എല്ലാം കാണിച്ചു തരുമ്പോഴത്തേക്ക് എൻ്റെ മോള് ഭയങ്കര കരച്ചിലായി. പിന്നെ ഓളെയും മടിയിലിരുത്തിയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യുന്നു. ഓള് പിന്നെയും വലിച്ച് താഴെയിടുന്നു, പിന്നെയും ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്, പിന്നെയും വലിച്ച് താഴെയിടുന്നു. ചെറിയൊരു കുഞ്ഞുണ്ട്, അപ്പം അതിനെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യലുണ്ട്. പിന്നെ വീഡിയോയിൽ കാണിച്ചു തരണ്ടേ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രഹസനത്തിന് അനിയത്തിൻ്റെ ഒന്ന് എടുപ്പിച്ചതാണ് കേട്ടോ. ആ വീഡിയോ ഒന്നല്ല, ആ ഫോണിൽ വീഡിയോ എടുത്തത്, ചുമ്മാ ഒരു പ്രഹസനം, അതിന് വേണ്ടിയിട്ട് എടുത്തതാണത്. പിന്നെ കുറേ പിഗ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓളെ കരച്ചിൽ സഹിക്കാൻ കഴിയാത്ത നേരം ഞാൻ തൊട്ടിലും ഗോഡൗണിൽ കൊണ്ടുപോയി അവിടെ തന്നെ കിടത്തി ഉറക്കുകയും ചെയ്തു. അവളെ ഇടയ്ക്ക് കരയുന്നു, പിന്നെയും കുൽമാലാക്കുന്ന, പിന്നെയും എടുക്കുന്ന, അതാണ് അങ്ങനത്തെ എല്ലാ അവസ്ഥയിലാണ് ഓരോരോ വീഡിയോ എടുത്ത് പോസ്റ്റ്. അപ്പം നമുക്ക് പിഗ്മെൻ്റ് എന്തൊക്കെ വന്നതെന്നൊക്കെ കാണിച്ചു തരാം. ന്യൂ ലോഞ്ചിൽ വന്ന പിഗ്മെൻ്റാണ്. നല്ല എന്തോ പറയണമെന്ന് എനിക്ക് നല്ലോണം ഇഷ്ടമായിന് കേട്ടോ. ഓരോരോ പിഗ്മെൻറ്റ് നല്ല കളർ ഷെയ്ഡ് ഇൻസ്റ്റയിലെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ കയറി നോക്കുക. പിന്നെ കുറച്ച് വുഡിൻ്റെ ഡെക്കോർ സാധനങ്ങളാണ്. പിന്നെ പുതിയ മാർക്കർ വന്നിട്ടുണ്ട്, ഡെക്കോ മാർക്കർ. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മാർക്കർ ഡെക്കോ മാർക്കറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള മാർക്കറാണ് ഡെക്കോ മാർക്കർ. അപ്പം നമ്മളടുത്ത് ഇപ്പം 3 ടൈപ്പ് മാർക്കറാണുള്ളത്. ആ 3 ടൈപ്പ് മാർക്കറിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ ഇതിലിട്ടാൽ ചില സമയത്ത് ലെങ്ത്ത് കൂടുമായിരിക്കും, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് മാർക്കറിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നേരിയ മാർക്കറാണ് കേട്ടോ, ഒരു പെന്ന് പോലെ എഴുതുന്ന മാർക്കർ. എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള മാർക്കറാണ്. ഇങ്ങനെ ലൈൻസ് ഡെക്കോ മാർക്കറിൻ്റെ അടുത്ത് എത്തത്തില്ല കേട്ടോ, എന്നാലും ഞാൻ പറയുന്നത് അതേപോലെ ഡെക്കോ മാർക്കറിൻ്റെ വേറൊരു വേർഷനാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർക്കർ ഡെക്കോ മാർക്കറാണ്. അതിപ്പം ഡെക്കോ മാർക്കർ റെസിന് വേണ്ടി മാത്രമല്ല, ഈ അറബിക് കാലിഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് ഡെക്കോ മാർക്കർ നല്ല യൂസ്ഫുള്ളാണ്.
ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാർക്കറിൻ്റെ തന്നെ ഒരു ലോങ് വീഡിയോ ഇടാം കേട്ടോ ഇൻഷാല്ല. വരുന്ന ദിവസങ്ങളിൽ മാർക്കറിൻ്റെ മാത്രം ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നതാണ്. ഫോണിൻ്റെ ബാക്കിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന റെസിൻ ആർട്ട് ഇതിൽ ചെയ്യാറുണ്ട്. ഈ ഫോട്ടോ ഒക്കെ വെച്ച് ഫോണിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നില്ലേ, പല ആളും പല പല പേരാണ് ഇതിനെ പറയാറുള്ളത്. ഇതിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കുറേ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് അതിന്. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ടില്ല. സത്യം അതാണ്. ഇത് ഞാൻ അന്നേ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റായിരുന്നു. ഒരിക്കൽ തീർന്നിട്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്തു. പക്ഷെ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തില്ല. സാധനം അങ്ങനെ അവിടെ കിടന്ന്, ഞാൻ ഡെലിവറിക്കൊക്കെ പോയ സമയത്ത് ഇവിടെ കിടന്ന്. അപ്പം വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഇതിനൊക്കെ 5 പീസിന് 60 രൂപയെ വരുന്നുള്ളൂ. നല്ല സ്ട്രോങ് ഉള്ള സാധനമാണ്, നല്ല സ്റ്റിക്കായിട്ട് നിൽക്കുന്ന സാധനമാണ്. അപ്പം വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയക്കുക. പിന്നെ കുറേ ലിക്വിഡ് സ്പ്രേ പോളിഷറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വള വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ടൈറ്റ് ഇട്ടിട്ട് കുടുങ്ങിപ്പോയി. എൻ്റെ കൈൻ്റെ താഴോട്ട് പോകുന്നില്ല. ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് തോന്നുന്നു. ഈ ബ്രേസ്ലെറ്റ് വള പോലത്തെ സാധനം വരുന്നുണ്ട്, തളയെന്ന് എന്തോ ഇതിനെ പറയാറുണ്ട്. അതും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാണ് മിനിയേച്ചർ കുറേ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിലുണ്ട് ഓരോന്നിൻ്റെ ഈ വീഡിയോ ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോവും മറ്റു കാര്യങ്ങളും പേഴ്സണലി അയക്കുന്നതാണ്. പിന്നെ അതുപോലെ കോംബോവും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രൊഡക്റ്റിന് വരുന്നത് 490 രൂപയാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ കോംബോയിൽ വരുത്തിച്ചിട്ടുണ്ട്. പിന്നെ ചെയിന് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചോദിക്കുന്ന ആളടുത്ത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ചെയിനാണെന്ന്. കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നായാലും കളറ് 100% പോകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ക്വാളിറ്റി ഉള്ള ചെയിനാണ്. മോതിരവും എല്ലാ സാധനം നിങ്ങൾക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ആരും മിസ് ചെയ്യണ്ട. 499 രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ ഇൻസ്റ്റയിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ കുറേ എൻക്വയറി വരുന്നുണ്ട്. അപ്പം ഞാൻ യൂട്യൂബിൽ ലോങ് കണ്ടൻറ് ഇടുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാധനത്തിനും ഒരുമിച്ച് റെസിൻ അടക്കമാണ് 499 രൂപ വരുന്നത്. 2:1 റെസിനാണ് വരുന്നത് കേട്ടോ. 2:1 50 ഹാർഡ്നർ 100 റെസിനാണ് വരുന്നത്. അപ്പം വീഡിയോ നീട്ടി വലിച്ച് ലാഗ് ആക്കുന്നില്ല. ഇപ്പം തന്നെ 8 മിനിറ്റ് എങ്ങാണോ വീഡിയോ ആയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്താണ് കാണേണ്ടതെന്നും എന്തിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ടതെന്നും കമൻറ്റിൽ എഴുതി അറിയിക്കുക. അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം